എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. മലൈക്കോട്ടെ വാലിബൻ. യെസ്, മലൈക്കോട്ടെ വാലിബന്റെ ഫസ്റ്റ് സിംഗിൾ എത്തിയിട്ടുണ്ട്. റാക്ക് കാണണ്ടേ? കാണണ്ടേന്നോ? നമ്മുടെ ലാലേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഇവിടെ ഭയങ്കര ബഹളാട്ടോ. അവിടെ തൊട്ടടുത്ത് ഒരു നിക്കാഹ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബഹളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ എൻ്റെ ഇടയിൽ കൂടി കയറി വരും. ഒന്ന് സഹൃദയം ക്ഷമിച്ചേക്കണം. എന്താണെങ്കിലും നമുക്ക് റാക്ക് സോങ് കാണാം. അല്ല, റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നീ നേരത്തെ പറഞ്ഞായിരുന്നു. അതെന്താ സാധനം? മദ്യം. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ വിറ്റുകൊണ്ടിരുന്ന റാക്ക് ഷോപ്പുകളായിരുന്നു. കണ്ടിട്ടില്ല സിനിമകൾ? പഴയ സിനിമകളിലേക്ക് പോകും. റാക്ക് ഷോപ്പുകൾ, നല്ല നാടൻ വാറ്റ് ആണല്ലേ? അതാണ് റാക്ക് എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അതാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്കറിയുന്ന റാക്ക് അതേ ഉള്ളൂ. റെഡി? ഓക്കെ, കാണാം. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ. ലാലേട്ടനാട്ടോ പാടിയിരിക്കുന്നത്. അതിന്റെ ഒരു ത്രില്ലുണ്ട്. ഉണ്ടാവുള്ളൂ. ഓ, ലാലേട്ടന്റെ ലുക്ക് ഭീകര ലുക്ക്. അതാ മറ്റേ സാധനം റൗണ്ട്. തന്നെ മദ്യം തന്നെ. ഓ, ഹോ ഹോ ഹോ. ഓ മൈ ഗോഡ്. ഒരു കാന്താര വൈബ് അടിക്കുന്നില്ലേ? ഓഹോ, അതാണ് ഈ കുറച്ച് കാണിച്ചുള്ളൂ. സാധനം 25 തിയേറ്ററിൽ നിന്ന് ഇതൊക്കെ കണ്ടു പൊളിക്കാനുള്ള ഇതൊരു ഓളമായിരിക്കും കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഭീകരമായിരിക്കും. സൂപ്പർ സോങ്ങിന്റെ ഒരു പോക്ക്, അതായത് ഒന്ന് ഇങ്ങനെ ഒരു പതിഞ്ഞ് തുടങ്ങിയിട്ട് ആ ഒരു ഹൈ പിച്ചിലേക്ക് വരുന്ന സാധനം ഉണ്ടല്ലോ, അത് നല്ല ഗംഭീരമായിട്ട് രസമുള്ള ലൈനുകളും, അതായത് നോൺ സ്റ്റോപ്പ് ആയിട്ട് അങ്ങനെ പോവാ കുറച്ച് കഴിയുമ്പോ. അതാണ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതായത് വെള്ളടിക്കുന്നവർക്കൊക്കെ അത് ഇനി ട്രെൻഡ് ആയിട്ട് തീർച്ചയായിട്ടും ഇത് റീൽസിന് ട്രെൻഡ് ആവും. അതായത് കുറെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് തന്നെ ഐറ്റംസ് വരും. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ 2 ചിരി അതിന്റെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അതിന് എന്ത് രസം. അതും അതിന് മുൻപ് ആദ്യം ഹൂ ഹൂ എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ട് അതിന് ശേഷമാണ് ആ ചിരി. ഇല്ലേ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പൊളിച്ചടിക്കിയിട്ടുണ്ട് കേട്ടോ സാധനം. ഗംഭീരം. ഇതൊക്കെ കാണുമ്പോഴാണ് സമയത്തിനോട് നമുക്ക് ദേഷ്യം തോന്നിപ്പോകുന്നത്. 25 ആവണ്ടേ? പിന്നെ ലാലേട്ടനെ ആ റൗണ്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ഒരു സംഭവത്തിൽ കണ്ടപ്പോ എന്തുവാടേ അത്, എന്ത് ലുക്കാണ് നോക്ക്. ഈ ലുക്കിൽ ഇങ്ങനെയൊക്കെ, അതായത് ഇത്രയും ഇങ്ങനെ ഇത് കണ്ടിട്ടേ എത്ര കാലായി. സത്യമായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഇരുന്നിട്ട് അവരുടേതായ ഒരു ആചാരം പോലെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അതാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് അടിക്കുന്നത്.
സത്യമായിട്ടും കുറെ നാളുകൾ എനിക്ക് തോന്നുന്നു ഗുരു സിനിമയിലുണ്ടെന്ന് അങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ ആ ഒരു സമൂഹത്തെ മൊത്തം കാണിക്കുന്ന ഒരു സാധനം. എന്താ നമ്മളെക്കാട്ടിലും വലിയ സൗണ്ടോ? ഞങ്ങൾ നിർത്തോളൂ. ഇവിടുന്ന് ചിലപ്പോ നിക്കാഹിന്റെ സൗണ്ടുകളായിരിക്കും നിങ്ങൾ കേൾക്കുക. ഞങ്ങൾ അറിഞ്ഞാൽ കണ്ടു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം.